എപ്പിസോഡ് ഓഫ് റിലാക്സ് വിത്ത് മ്യൂസിക്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിപിൻ റോൾഡൻ. അദ്ദേഹം റോൾഡൻ റെജുവിനേഷൻ ആൻഡ് മൈൻഡ് ബിഹേവിയർ സ്റ്റുഡിയോയുടെ സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് ഓൾസോ അതിന്റെ ഫൗണ്ടറുമാണ്. അപ്പൊ ഡോക്ടർ അണ്ണനാണല്ല എന്ന് ഡോക്ടർ തന്നെയാണല്ല അല്ല എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ റിലീഫ് ഫൗണ്ട് ഒരുപാട് കൺസൾട്ടൻസും ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അതെ അതെ, ബാക്കി പറയണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് അറിയാനുണ്ട്. ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ കൺസൾട്ടേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഞാൻ ബേസിക്കലി എൻ്റെ സ്പെഷ്യലൈസേഷനിൽ എൻ്റെ PhD എല്ലാം വരുന്നത് ഇൻഡസ്ട്രിയിലാണ്, ഓർഗനൈസേഷൻ സൈക്കോളജി. ബൈ പ്രാക്ടീസിൽ ഞാൻ ഫാമിലീസും കുട്ടികളുടെയും എല്ലാം കാണുന്നുണ്ടെങ്കിലും ശരിക്കും ബിസിനസ് സ്ഥാപനങ്ങള് സംരംഭങ്ങള് നല്ല ഗ്രോത്തിൽ എങ്ങനെ കൊണ്ടുപോകാം, പ്രത്യേകിച്ച് മുതലാളിമാർ അല്ലെ ഫണ്ട് ഇറക്കുന്നവർ, ബിസിനസ് ഓണേഴ്സിന്റെ തോട്ട് പ്രോസസ്സുകൾ കറക്റ്റ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ കിട്ടാവുന്ന രീതിയിൽ അവരുടെ പ്രോസസ്സുകൾ ബെറ്ററാക്കി, അവരുടെ ചിന്തകൾ ബെറ്ററാക്കി, ടീമിനെ ബെറ്ററാക്കി ഹൈ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിലാണ് എന്റെ റിസർച്ചും PhD എല്ലാം. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതുകൊണ്ടാണ് ഡോക്ടർ ആരാണെന്നുള്ളത് ഡോക്ടറിനെ കൊണ്ട് തന്നെ പറയുന്നത്. എന്നോട് അവർക്കൊരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ഈ പാർട്ടി എങ്ങനെയാണ് കുട്ടികളുടെ കാര്യം പറയുന്നത്, ഇവരെങ്ങനെയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ നമുക്കറിയാം എല്ലായിടത്തും തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് മിക്കവാറും ആൾക്കാർ, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലോ മറ്റു പ്രൈവറ്റ് സെക്ടറിലോ ആണ്, എല്ലാ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ അത് മക്കളാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടി വരുമ്പോൾ സൈക്കോളജിസ്റ്റ് എല്ലാ ടൈപ്പ് കേസുകളും കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുകൊണ്ട് അത്തരത്തിലൂടെ അത് കാണുന്നു, കൺസൾട്ടേഷനിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർ ഒരു മിടുക്കനാണ്. അല്ല, അത് ആൾക്കാർ പറയും ഈ ബിസിനസിന്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അല്ല, ഇന്നത്തെ നമ്മുടെ ചോദ്യം അതാണ്. കാരണം പലർക്കും അറിയില്ല. അത് പറയാത്ത കാരണം പലർക്കും ഇപ്പൊ ബിസിനസ് ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊരു കൺസൾട്ടിങ് കിട്ടുന്നോ, അല്ലെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്തിന് എത്രത്തോളം ഒരു സൈക്കോളജിസ്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നോ, അങ്ങനെ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യുമോ എന്ന് പോലും അറിയാത്തവരാണ്. എനിക്ക് നമ്മുടെ ഈ പ്രോസസ്സിനകത്ത് ഈ വിഷയം വന്നിട്ടില്ലാത്തതുകൊണ്ട് അനുവദിച്ചിരിക്കുന്നു. അതെ അതെ. അപ്പൊ ഡോക്ടർ എന്താണെങ്കിലും നമ്മുടെ ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്ന സംരംഭകാരത്തും അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇപ്പൊ കുറെ പേരും ഒന്നുമേ അറിയാണ്ടായിരിക്കും ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ഈ പറയുന്ന പോലെ വേറൊരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് എനിക്കും ചെയ്യണം, അല്ലെങ്കിൽ അതൊരു സമൂഹത്തിൽ ഒരു എന്താ പറയുക വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ബിസിനസ് ചാടി തുടങ്ങുക, അത് ഫെയിലിയർ ആവുക, പിന്നെ അതിനോടൊപ്പമുള്ള കുറെ പ്രശ്നങ്ങൾ, മാനസികമായ സ്ട്രഗിൾസ് ആയിട്ടുള്ളത് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ബിസിനസ് തുടങ്ങാൻ പോകുന്നവരടുത്തും ഇപ്പൊ തുടങ്ങി പൊട്ടിപ്പാളി നിൽക്കുന്നവരടുത്തും അതോ ഇനി ഒന്നുമേ കാണാതെ ചുറ്റും ഒരു പ്ലാനിങ് ഇല്ലാണ്ട് തുടങ്ങാൻ നിൽക്കുന്നവരടുത്തും ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യൂ ഡോക്ടർ. തീർച്ചയായും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊച്ചു കാര്യം പറഞ്ഞ് നമുക്ക് അടുത്ത ഗ്യാപ്പിലേക്ക് ഇടാൻ എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ്: നമ്മുടെ ചിന്തകളിൽ നിന്നാണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന്റെ, നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി, നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുരുക്കി പറഞ്ഞ ഒരു സംരംഭകന് ഏറ്റവും വലിയ മൂലധനം അവന്റെ മനസ്സാണ്. പക്ഷെ ഈ മനസ്സിന്റെ ഒരു സന്തത സഹചാരിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പല ആളുകൾക്കും നമ്മുടെ മനസ്സിനെ കൈകാര്യം ചെയ്യാനോ ക്രമീകരിക്കാനോ പറ്റണമെന്നില്ല. കാരണം അവരൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്നില്ല, അപ്പോൾ മറ്റൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ നമ്മളുടെ ചിന്തകൾ യഥാർത്ഥമായ ചിന്തകളാണോ, അതൊരു എടുത്തുചാട്ടത്തിൽ നിന്ന് വരുന്നതാണോ, യഥാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് കാണുന്നതാണോ, എനിക്ക് യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരു കപ്പാസിറ്റി ഉണ്ടോ, എൻ്റെ ലീഡർഷിപ്പ് എങ്ങനെയാണ്, എൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ചലഞ്ചസുകൾ ഞാൻ നേരിടുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാതെ തന്നെ ഒരു എടുത്തുചാടി ബിസിനസ് ചെയ്തിട്ടുള്ള പല ആൾക്കാർക്കും കോടികളുടെ നഷ്ടങ്ങളാണ്, ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ബിസിനസ്സിൽ എങ്ങനെ ഒരു സംരംഭകൻ ഇടപെടണം, അവൻ്റെ ചിന്തകൾ എങ്ങനെ ക്രമീകരിക്കണം, അവൻ്റെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നതൊക്കെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി അവരുടെ കമ്പനിയെ ഗ്രോത്തിലേക്ക് നയിക്കാൻ തക്ക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ആധുനിക മനഃശാസ്ത്രം, ബിസിനസ് മനഃശാസ്ത്രം അല്ലെങ്കിൽ വ്യവസായ മനഃശാസ്ത്രം ഇന്ന് സംരംഭകർക്ക് നൽകുന്നുണ്ട് എന്നതാണ് ഇതിനകത്തെ. ഇതിന്റെ കൂടെ ഡോക്ടർ MBA കൂടെ പഠിച്ചിട്ടുണ്ട് ഡോക്ടർ. ഇത് MBA-ക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. MBA-ക്കാരെ പഠിപ്പിക്കുന്ന ഡോക്ടറാണ്. അതെ അതെ. അപ്പൊ ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസിന്റെ കാര്യങ്ങളാണ്. അതേപോലെ ബിസിനസ് ഒരു കൺസൾട്ടേഷൻ ബിസിനസ്സുകാർക്ക് എന്താ പറയാ, ബിസിനസ് കൺസൾട്ടേഷൻ അല്ല, ആക്ച്വലി ബേസിക്കലി നമുക്കൊരു സൈക്കോളജി ഫാമിലി സൈക്കോളജിസ്റ്റ്, അതേപോലെ ഇത് ബിസിനസ് സൈക്കോളജിസ്റ്റ് ആണ്. ബിസിനസ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സെറ്റിംഗിലും ഓർഗനൈസേഷണൽ സെറ്റിംഗിലും സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനിയെ ലാഭത്തിലേക്ക് നയിക്കുക. അപ്പോൾ നമുക്കൊരു 10 times ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ട് ഒരു 20x ലെവലിലേക്കൊക്കെ ഒരു ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഈ ഓണറിലും
മേജർ സ്റ്റാഫ്സിലും ഈവൻ ടീം മെമ്പേഴ്സിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ശാസ്ത്രശാഖയാണ്, മനഃശാസ്ത്ര ശാഖയാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി. അപ്പോൾ ഇതിൽ നമുക്ക് അധികം കൺസൾട്ടൻസ് പലപ്പോഴും ഉണ്ടാകില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷേ ഒട്ടനവധി ആൾക്കാർ ഗ്ലോബലി ഈ ഒരു മേഖലയിൽ പഠിച്ചവർ പല കമ്പനികളുടെയും കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. കേരളത്തിലും അല്ലെ നമുക്ക് ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ആദ്യം അന്വേഷിക്കേണ്ടത് അവരുടെ മറ്റ് മൂലധനം എവിടെ നിന്ന് കിട്ടും, ലോൺ എവിടെ നിന്ന് കിട്ടും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ അല്ലാതെയും മറ്റ് സ്ട്രാറ്റജികൾ ഉണ്ടാകാം, പല രീതിയിൽ ഓപ്ഷൻസ് ഉണ്ടാകാം. അതിന് ഞാൻ എൻ്റെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് കറക്റ്റ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ പുത്തൻ ഐഡിയാസ് കിട്ടാൻ ഉപകരിക്കപ്പെടുന്ന രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് മനസ്സിലാക്കി ആദ്യമായിട്ട് അവരെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാനും മനസ്സിനെ ഒന്ന് വിലയിരുത്താനും ഒക്കെ ആയിട്ട് ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റിനെയാണ് ആദ്യം കൺസൾട്ട് ചെയ്യേണ്ട, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഉള്ളതിൽ ഒരെണ്ണം. അപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂഷ്വലി ഉള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് എല്ലാവർക്കും ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അതോ ബിസിനസ് കൺസൾട്ടന്റ് തന്നെ വേണോ? ക്ലിനിക്കൽ സൈക്കോളജി സപ്പോസ് നമുക്ക് പല ആൾക്കാരുടെയും നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചിലരെങ്കിലും ഡിപ്രസ്ഡ് ആയിരിക്കും, ചിലരുടെ ഉള്ളിൽ ചില ആൻസൈറ്റീസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് അഡൾട്ട് ADHDs ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് ഇമ്പൾസീവായിട്ട് ഐഡിയാസ് വരും. അപ്പം കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അല്ലെങ്കിൽ പൈസ അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി ചെയ്ത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് പോയി, പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ. ഇങ്ങനെയുള്ള പല സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് വരുമ്പോൾ ബിസിനസ് സൈക്കോളജിസ്റ്റിനോടൊപ്പം തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു മെന്റൽ മേക്കപ്പ് മനസ്സിലാക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ പാറ്റേൺ മനസ്സിലാക്കി ബിസിനസ് ചെയ്യാൻ അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണോ നിങ്ങൾ എന്ന് മനസ്സിലാക്കി ആണ് നമ്മൾ ബിസിനസ്സിലേക്ക് കൊടുക്കുക. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ചില ആൾക്കാരെ കേട്ടോണ്ടിരിക്കുമ്പോൾ അയ്യോ ഞാൻ ഓൾറെഡി ബിസിനസ് തുടങ്ങി ഒരുമാതിരിയായി നിൽക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ സ്കിൽ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, ഇവരുടെ തോട്ട് പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്താണ് ഇവരെ സൈക്കോളജിക്കലി ബ്ലോക്ക് ചെയ്യുന്നത്, മനസ്സിനെ ബാധിക്കുന്ന എന്തൊക്കെയാണ്, ചിന്തകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സിനെ നമുക്ക് സൈക്കോതെറാപ്പീസ് വഴി അല്ല ബിസിനസ് തെറാപ്പീസ് ഒക്കെ ഉണ്ട്, അപ്പോൾ വഴി നമുക്ക് തോട്ട് പ്രോസസ്സിനെ മാറ്റി ഇവരെ വളരെ ഷാർപ്പായിട്ട്, വളരെ പവർഫുള്ളായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റിങ്ങോടുകൂടി അതിൽ ആക്ഷൻ എടുക്കുന്ന, ചിന്തകൾ മാത്രമല്ല ഇംപ്ലിമെന്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന, കൃത്യമായ രീതിയിൽ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന വിന്നർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ മൈനസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള, ചിന്തകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള, ബ്രെയിൻ ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ബിസിനസ് സൈക്കോളജിസ്റ്റുകളുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെയും ഒക്കെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇത് മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ ആക്ച്വലി നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒന്ന് ചിന്തിക്കുക, നമുക്കൊരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സമീപിക്കാം, നമുക്കൊരു ഹെൽപ്പ് തേടാം. കാരണം ബിസിനസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണമല്ലോ. അപ്പം ഇതിൽ നമുക്കറിയാം പല ബിസിനസ് നമുക്ക് ഒറ്റയ്ക്കായിരിക്കില്ല ചിലപ്പോൾ തുടങ്ങുന്നത്, ഒരു പാർട്ട്ണർ ഉണ്ടാവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ പാർട്ട്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പല ആസ്പെക്റ്റിലായിരിക്കും, ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് ഇടുന്നോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഫൈനലി ഇവരുടെ എല്ലാവരുടെയും ക്യാരക്ടർ സ്വഭാവങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പം ഇവരുടെയൊക്കെ നമ്മൾ തമ്മിൽ അടിയും പിടിയും വെട്ടും കുത്തും ഒക്കെ ഉള്ള സമയത്തും നമ്മുടെ ബിസിനസ്സിനെ ഇത് ബാധിക്കോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനെ നമുക്ക് എങ്ങനെയൊന്ന് തീർച്ചയായിട്ടും നമുക്കിവിടെ തുടങ്ങിയ പലപ്പോഴും പ്രോബ്ലമായി നിൽക്കുന്ന പല ബിസിനസ്സിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഡയറക്ടർ ബോർഡ് തമ്മിലുള്ള അടിയാണ്. കാരണം ഇവിടെ എന്താണ് ഡയറക്ടർ ബോർഡ് വരുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് തീരുന്ന പ്രശ്നമല്ല, പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നമാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിഫറൻസ് മനസ്സിലാക്കപ്പെടാതെ പാർട്ട്നേഴ്സായി കഴിയുമ്പോഴത്തേക്കും ഇവർ മുൻപ് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളൊന്നും ആക്ച്വൽ വർക്കിലേക്ക് വരുമ്പോൾ കാണില്ല. ചില ആൾക്കാർക്ക് എങ്ങനെ തോന്നും ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്, അവർ ശമ്പളം എഴുതിയെടുക്കാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ, അവരിൽ നിന്നും വരേണ്ട കോൺട്രിബ്യൂഷൻ വരുന്നില്ല, അല്ല അവരുടെ ശൈലികൾ വ്യത്യസ്തമായിട്ട് വരുന്നു. ഈ പാർട്ട്ണർഷിപ്പിനിടയ്ക്കുള്ള കോൺഫ്ലിക്ട്സ് വരുമ്പോൾ കമ്പനിയിലെ പ്രധാന ഫോക്കസ് എന്തായി, ഇവർ തമ്മിൽ അടിതിറക്കൽ മാത്രമായി. ഇപ്പോൾ ഇവിടെ നമുക്കൊരു മീഡിയേഷൻ ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 4 പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, ഇവരുടെ ഓരോരുടെയും ചില ഗ്രീവൻസസ് ഉണ്ട്, അത് ചില സങ്കടങ്ങളുണ്ട്, അവരെന്നെ പരിഗണിച്ചില്ല, ഈ ഒരു ലെവലിലേക്ക് വന്നു, എൻ്റെ ഷെയറിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. ഈ ഗ്രീവൻസസ് ബിസിനസ് സൈക്കോളജിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഇവരുടെ 3 പേരുടെ അല്ലെങ്കിൽ 4 പേരുടെ ഇടയിലുള്ള ഐക്യത്തെ വീണ്ടും ഊർജ്ജസ്വലപ്പെടുത്തി ഇവരുടെ ഗോളിലേക്ക് ഇവരെ ഫോക്കസ് ചെയ്യിച്ച് ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇവർ ഓൾറെഡി ഫേസ് ചെയ്യപ്പെടുന്ന ഇവരുടെ പേഴ്സണാലിറ്റി ചലഞ്ചസിന് ഇവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് കൃത്യമായ രീതിയിലേക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ വരുന്ന പല കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറുള്ളത് ഫാമിലി കോൺഫ്ലിക്റ്റിൽ ഹസ്ബൻഡും വൈഫും വരുന്നത് പോലെ തന്നെ തുല്യമാണ് ഈ ബിസിനസ് ഓണേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ. പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ മറച്ചു വെക്കുകയോ അത് എന്തെങ്കിലും അവിടെ കുഴപ്പമില്ല ബാലൻസ് ചെയ്ത് തന്നെ പൊക്കോളൂ എന്നൊക്കെ പറയുകയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അവരുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് അല്ലാതെ പോകുന്നത് വഴി ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് ലക്ഷ്യമില്ലാണ്ടായി പോകും. ഒരു വണ്ടി പലരും ചേർന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ വരും.
അല്ലെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ ഡയറക്റ്റ് ഈ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ബാക്കിയുള്ളവരെ എങ്ങനെ നമ്മൾ ഹേർട്ട് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഫോക്കസിലേക്ക് മാറും. എല്ലാം മാറും. അതുകൊണ്ട് തന്നെ പാർട്ണർഷിപ്പുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പോയിട്ട് എവിടെയെങ്കിലും ബാറിൽ പോയി മദ്യപിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് എൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള കാര്യങ്ങളോ മറ്റു ആൾക്കുള്ള വിദ്വേഷ പ്രഘോഷണങ്ങൾ നടത്തുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റിന് സപ്പോർട്ടോടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മനസ്സിനെ ഹർട്ട് ചെയ്യപ്പെടുന്ന പല ഡയലോഗുകളും മറ്റേ ആൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഇമോഷണൽ ട്രോമാസ് ഒക്കെ വന്ന് കിടക്കുന്ന ഇമോഷണൽ മുറിവുകളൊക്കെ വന്നിരിക്കുന്നതിനെ പരിഹരിച്ച് ഒരു ടീം വർക്കിൽ മുമ്പോട്ട് പോകാനായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് ബിസിനസ് നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എങ്ങനെ ബിസിനസ്സുകാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കാം. ഡോക്ടർ അതിൻ്റെ ഒരു ഉസ്താദാണ്. അപ്പോൾ ഡോക്ടർ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് ഇപ്പോൾ പാർട്ട്നേഴ്സിനെ ഡീൽ ചെയ്യേണ്ടതെന്നും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇനി അടുത്ത നമ്മുടെ ബിസിനസ്സിൽ യൂഷ്വലി കാണുന്ന ഒരു കാര്യം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളൊരു ബിസിനസ് തുടങ്ങി, നമുക്ക് ലോസ് ആയി, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇനി മുന്നോട്ട് പോവില്ല, കടം കയറി നമ്മളത് നിർത്താനായിട്ട് പോവുകയാണ്. അതിന് തൊട്ട് മുന്നേ അദ്ദേഹം ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ടോ? അതിലെന്തെങ്കിലും ഒരു ഗുണം അവർക്ക് കിട്ടുമോ? നമുക്കിതിനകത്ത് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ മനസ്സ് ഇടിഞ്ഞപ്പോൾ തന്നെ ബിസിനസ് ഇടിഞ്ഞു. ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ തന്നെ വ്യക്തിയുടെ മനസ്സിനെയും ബാധിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലെവല് താഴ്ന്നിരിക്കുന്ന സമയത്ത് ഇത് ഇട്ടിട്ട് പോകാൻ തന്നെ തോന്നുള്ളൂ. ഡെഫിനറ്റ്ലി കടം ഉണ്ടാവും, സ്റ്റക്കായിരിക്കും. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു ബിസിനസ് ഓണർ വന്ന് 18 കോടി കടത്ത് നിൽക്കും. അപ്പോൾ ഈ കടബാധ്യത കുറയ്ക്കാനും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സപ്പോർട്ട് തേടി തന്നെയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കടങ്ങൾ കുറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് നിലവിലൊരു കാര്യം വേണ്ട വിട്ടുകളഞ്ഞേക്കാമെന്ന് തോന്നുന്നതിന് മുമ്പ് അതെൻ്റെ ഉള്ളിലെ ഭയം കൊണ്ടാണോ? കാരണം എല്ലാ വ്യക്തികളും എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ മനുഷ്യർക്ക് അവരുടേതായ ഭയാസങ്ങളുണ്ട്, ഉത്കണ്ഠ, ആദി, അസ്വസ്ഥതകൾ, ഡിപ്രസീവ് മൂഡ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മൂഡിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് ബിസിനസ്സിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യേണ്ടത് എൻ്റെ ബിസിനസ്സിന് സാധ്യതയുള്ളതാണോ, അതോ സാധ്യതയുള്ള ബിസിനസ് ആണെങ്കിൽ പോലും ചെയ്യാൻ തക്കവണ്ണം എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഡൗൺ ആണോ? അപ്പോൾ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തി, എൻ്റെ ചിന്തകളെ ഒന്ന് ക്രമപ്പെടുത്തി, എൻ്റെ പേഴ്സണാലിറ്റി ഒന്ന് ഗ്രൂം ചെയ്ത് എൻ്റെ ആത്മവിശ്വാസം ഒന്ന് ഉയർത്തിക്കൊണ്ട് ബിസിനസ്സിലെ സാധ്യതകളിലേക്ക് ഞാൻ നോക്കുമ്പോഴേക്കും അവിടെ ഒട്ടനവധി സാധ്യതകൾ ഉണ്ടാവും. ചിലപ്പോൾ 2 ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് കിട്ടിയാൽ മതിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച സ്ട്രാറ്റജികളുള്ള പ്രശ്നമാണ്. ഇവർ സെയിൽസ് ട്രെയിനിങ്ങും ബിസിനസ് കോച്ചിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവിടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് മോട്ടിവേഷണൽ ട്രെയിനേഴ്സിനോ അല്ല ബിസിനസ് കോച്ചസിനോ പറ്റില്ല. കാരണം അവർ വേറൊരു ഫീൽഡിൽ നിന്ന് വരുന്നവർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എല്ലാ ബിസിനസ് ഓണേഴ്സും അവർ ഏതൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും എക്സാക്ട്ലി ഒരു ബിസിനസ് സൈക്കോളജിക്കൽ കൺസൾട്ടേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതിന് ഡിഫറൻസ് മനസ്സിലാവുക. മറ്റേ അറ്റൻഡ് ചെയ്യുന്ന എല്ലാം അറ്റൻഡ് ചെയ്തോട്ടെ, പക്ഷെ അങ്ങനെ നമുക്ക് ഇവർക്ക് ഈ ബിസിനസ്സിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നമുക്കൊരു ഫ്യൂ സെഷൻസ് കൺസൾട്ടേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ചില കേസുകളെങ്കിലും ഈസി ആയിട്ട് പരിഹരിക്കാം. ചിലത് ഒരല്പം കൂടെ സമയം എടുക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും അവർക്ക് ബിസിനസ് അടച്ച് പൂട്ടേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ, ചിലത് ഇനി ബിസിനസ് അടച്ച് പൂട്ടേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിലും നമുക്ക് ചില സജഷൻസ് കൊടുത്ത് ഇവരെ വേറൊരു ലെവലിലേക്ക് വിജയിപ്പിക്കാൻ ലീഡ് ചെയ്യാനായിട്ട് വേറൊരു വഴി അവർക്ക് തെളിയിച്ചു കൊടുക്കാനായിട്ട് പറ്റും. കാരണം ഒരു വഴിയും ഇല്ലാത്ത സ്റ്റക്ക് ആകേണ്ട ഒരു അവസ്ഥ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് ലൈഫ് അവസാനിപ്പിക്കേണ്ടതില്ല, ഒളിച്ചോടുന്നില്ല. ബിസിനസ് പരാജയം മൂലം പലരും ജീവിതത്തെ സ്റ്റക്കാക്കി കളയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഏതൊരവസ്ഥയിൽ നിന്നും ശക്തമായി തിരിച്ചു വരാനായിട്ട് സാധിക്കും. തീർച്ചയായും. അപ്പോൾ ഡോക്ടർ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബിസിനസ്സിന് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആസ് എ സൈക്കോളജിസ്റ്റ് ഡോക്ടറിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കൊരു പ്രശ്നമായിട്ട് നമ്മളിങ്ങനെ തടഞ്ഞ് അല്ലെങ്കിൽ തടസ്സമായിട്ട് എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ ബിസിനസ്സുകാരാണോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് സൊല്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. പക്ഷേ പലതും ഒരു എപ്പിസോഡിൽ കൂടെ നമുക്ക് പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കപ്പ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റിനെ കാണുക, ഹെൽപ്പ് തേടുക. എല്ലാം നമുക്ക് എൻഡ് ചെയ്യാൻ എളുപ്പമാണ്, സ്റ്റാർട്ട് ചെയ്യാനാണ് എപ്പോഴും ഒരു പാട്. അപ്പോൾ ആ ഒരു സ്പാർക്ക് കിട്ടി നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏതൊക്കെ ഹെൽപ്പ് തേടാൻ പറ്റുമോ അതൊക്കെ എടുക്കുക. അപ്പം ഫൈനലി നിങ്ങളൊരു എൻഡ് ചെയ്യുകയാണ് ആ ബിസിനസ് എന്ന് തോന്നുന്നെങ്കിലും അതിന് മുന്നേ ആയിട്ടെങ്കിലും ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റിനെ കണ്ട് സഹായം തേടുക എന്നുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ളത്. കൂടുതലായിട്ട് ഡോക്ടറിന് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ എപ്പിസോഡിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ? അപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ചെയ്ത് ഹാപ്പിയായിട്ട് പോകുന്നവർക്ക് ആണെങ്കിൽ അവരുടെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളൂ. ഇപ്പോൾ അത്ര ഹാപ്പി ഇല്ലാത്തവർക്ക് അവരുടെ പ്രോബ്ലം പരിഹരിക്കാനൊക്കെയുള്ള മാർഗ്ഗങ്ങൾ സൈക്കോളജിക്കലായിട്ട് ഇന്നുണ്ട്. ബിസിനസ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള കൺസ്യൂമർ സൈക്കോളജിയും സെയിൽസ് സൈക്കോളജിയും ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സുകളാണ്. അത് മാത്രമല്ല കുറേ ഈ ഭയങ്കര വലിയ ബിസിനസ് ചെയ്യുന്ന പലരും ഇതേപോലെ ഒരു കൃത്യമായിട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുത്തിട്ടാണ് അവർ വലിയ ഗ്രോത്ത് പ്രോസസ്സിലേക്ക് പോവുക. കാരണം നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ
നിങ്ങൾ ഇന്ന് വരെയും ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ബിസിനസ് ഓണർ എന്ന നിലയിൽ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സേവനം എടുക്കുന്നത് ഉചിതമാണ്. ബിസിനസ് സൈക്കോളജിക്കൽ ലെവൽ കൺസൾട്ടേഷനിൽ പോകുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു 5x 10x 20x റേഞ്ചിൽ നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ലാഭം വർദ്ധിപ്പിക്കാനും വിജയം നേടാനും ഒക്കെ ആയിട്ടും ബിസിനസ് സൈക്കോളജി പ്രിൻസിപ്പിൾസ് വ്യക്തിപരമായിട്ടും നിങ്ങളുടെ കമ്പനിയെയും സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ മെന്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ് ഫാക്ടറും ഇതെല്ലാം ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് നമ്മളെ എല്ലാ രീതിയിലും ഗുണം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഡോക്ടർ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ശ്വേത സെന്തിൽ ആൻഡ് ഡോക്ടർ വിപിൻ റോൾഡന്റ്.